വിശുദ്ധവാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജെറുസലേമിലെ ഒലിവ് മലയിൽ നിന്നും നഗരത്തിലേക്ക് നടത്താറുള്ള ഓശാന ഞായർ പ്രദക്ഷിണം റദ്ദാക്കി. പശ്ചിമേഷ്യയിൽ തുടരുന്ന കടുത്ത യുദ്ധ സാഹചര്യവും സുരക്ഷാ ഭീഷണിയും കണക്കിലെടുത്താണ് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിറ്റ്സബെല്ല ഈ തീരുമാനമെടുത്തത്. നൂറ്റാണ്ടുകളായി പതിനായിരക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കാറുള്ള പ്രദക്ഷിണത്തിന് പകരം നഗരത്തിലെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ വെച്ച് സമാധാനത്തിനായുള്ള പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തും. സാധാരണയായി വിശുദ്ധവാരത്തിൽ നടക്കാറുള്ള തൈലം വെഞ്ചരിക്കൽ ശുശ്രൂഷ ഈസ്റ്റർ കാലയളവിനുള്ളിലെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വലിയ ആഘോഷങ്ങൾ റദ്ദാക്കിയെങ്കിലും ജെറുസലേമിലെ പള്ളികളെല്ലാം വിശ്വാസികൾക്കായി തുറന്നിരിക്കുമെന്ന് പാത്രിയാർക്കീസ് അറിയിച്ചു. ഈസ്റ്റർ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കാൻ വൈദികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധക്കെടുതി അനുഭവിക്കുന്നവർക്കായി മാർച്ച് 28 ശനിയാഴ്ച ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് കർദിനാൾ ആഹ്വാനം ചെയ്തു. ശാരീരികമായി അകലെയാണെങ്കിലും ആത്മീയമായി ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ പൊതുജനങ്ങൾക്ക് നിയന്ത്രണമുണ്ടെങ്കിലും വിശുദ്ധ കല്ലറയുടെ ദേവാലയത്തിൽ ഫ്രാൻസിസ്കൻ സന്യാസികൾ രാപ്പകൽ പ്രാർത്ഥനകളും പരമ്പരാഗത ശുശ്രൂഷകളും മുടങ്ങാതെ നടത്തിവരുന്നുണ്ട്. ലോകം മുഴുവന്റെയും സമാധാനത്തിനായി ഈ വിശുദ്ധ കേന്ദ്രങ്ങളിൽ നിന്നും പ്രാർത്ഥനകൾ ഉയരുന്നുവെന്ന് സഭ അറിയിച്ചു. ദുഃഖവെള്ളി ദിനത്തിൽ ലോകമെമ്പാടുമുള്ള പള്ളികളിൽ ശേഖരിക്കുന്ന ഹോളി ലാൻഡ് കളക്ഷൻ യുദ്ധം തകർത്ത ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് വത്തിക്കാൻ പ്രതിനിധി കർദിനാൾ ക്ലൗഡിയോ ഗുജറോത്തി അറിയിച്ചു. യുദ്ധത്തിന്റെ ആഘാതം ആഘോഷങ്ങളെ ബാധിച്ചുവെങ്കിലും പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും ഈ പ്രത്യാശയുടെ കാലത്തെ മറികടക്കാൻ അദ്ദേഹം വിശ്വാസികളെ ആഹ്വാനം ചെയ്തു.